ഹായ്, ഇന്ന് അടുക്കളയിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. പപ്പടം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പപ്പടം എണ്ണ കാണുന്നുണ്ടല്ലോ, എണ്ണ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പപ്പടം എടുക്കാം. ഞങ്ങൾ ഇങ്ങനത്തെ ഇത് എന്താ പറയുക, ഗ്രൗണ്ട് നട്ട് ഓയിലാണ് കേട്ടോ വാങ്ങുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് ആക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഗ്രൗണ്ട് നട്ട് ഓയിൽ. നമ്മൾ ഇതാണ് പപ്പടം. നമ്മൾ സാധാരണ പപ്പടമാണ് ഞങ്ങൾ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടം ഉണ്ടല്ലോ, സാധാരണ ഉഴുന്നിൻ്റെ നല്ല പപ്പടമാണ്. ഇത് റാഗി പപ്പടം പറയും, കണ്ടോ, റാഗി പപ്പടം എന്ന് പറയും. റാഗി, അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ കാണുന്നത്. ഇതാണ് റാഗി പപ്പടം, ചെറിയത് കുഞ്ഞു പപ്പടങ്ങൾ. അങ്ങനെ ഇത് വറുത്ത് കഴിഞ്ഞാൽ കുറേ കൂടി വലുതായി വരും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റാഗി പപ്പടമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചോറും പിന്നെ പാലക്കെന്ന് പറഞ്ഞാൽ അറിയായിരിക്കും എല്ലാവർക്കും, നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അടുപ്പ് നിർത്തിക്കട്ടെ. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവട്ടെ. നമ്മൾ ഈ എണ്ണ എടുത്തിട്ട് താഴെ അതിൻ്റെ സ്ഥലത്ത് വെക്കണം. അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ എടുത്താൽ ആ സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ചിക്കനാണ് കേട്ടോ. ഇത് നമ്മുടെ ബബിളൂനുള്ള ചിക്കനാണ്. അവന് മഞ്ഞൾ മാത്രം ഇട്ടിട്ടുണ്ടാക്കിയ ചിക്കനാണ്. ഇത് നമ്മുടെ ക്യാബേജ് തോരൻ എന്ന് പറയും, ക്യാബേജ് ഉപ്പേരി എന്ന് പറയും. ചോറും ആയിട്ടുണ്ട്, എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. റാഗി പപ്പടം. നമ്മൾ പാലക്ക് എന്ന് പറഞ്ഞാൽ, പണ്ട് ഞങ്ങളൊന്നും ചെറുപ്പകാലത്തൊന്നും പാലക്ക് എന്ന് പറഞ്ഞ സാധനം അറിയില്ല, അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല. നമ്മൾ ഈ ചീര എന്നൊക്കെ, നമ്മുടെ നാട്ടിൽ ചീരയാണ്, ചുവന്ന ചീരയും പച്ച ചീരയും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പം നമ്മൾ ഈ പാലക്ക് എന്ന സാധനം ഇവിടെ മഹാരാഷ്ട്രയിൽ വന്നതിന് ശേഷമാണ് പാലക്ക് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്ത് തുടങ്ങിയത്. പാലക്ക് നല്ലൊരു സാധനമാണ്, വളരെ പോഷകമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ സൂപ്പൊക്കെ വെച്ച് കുടിക്കുക. അപ്പോൾ അതിന് നമ്മൾ പരിപ്പിട്ടിട്ട് കറി വെക്കും, തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ പാലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ക്യാബേജ് തോരൻ. ക്യാബേജിന് നല്ല വിലക്കുറവായിട്ട്, ഞങ്ങളിപ്പം മാർക്കറ്റിൽ പോയപ്പം ക്യാബേജിന് നല്ല വിലക്കുറവ്. വലിയൊരു ക്യാബേജ് ഇത്ര വണ്ണുണ്ട്, വലിയൊരു ക്യാബേജിന് 30 രൂപ. ഏത് ക്യാബേജ് എടുത്താലും 30 രൂപ എന്നാണ് പറഞ്ഞത്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്താ ഏറ്റവും വലുത് നോക്കി എടുക്കുമല്ലോ, അങ്ങനല്ലേ നമ്മളുടെ ഇത്. നമ്മൾ ഏതെടുത്താലും ഒരേ വിലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ഏറ്റവും വലുത് നോക്കിയെടുക്കും. പണ്ടൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതോ ആൾ പെട്ടി കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പെട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പം അയാൾ ഏറ്റവും വലിയ പെട്ടി നോക്കിയെടുത്തു. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിൽ നിറച്ചും പാമ്പുകളായിരുന്നു. പിന്നെ വേറൊരാൾ വന്നു, അയാളോട് പറഞ്ഞു ഏത് പെട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഏറ്റവും ചെറിയ പെട്ടി എടുത്തപ്പോൾ അതിൽ നിറയെ സ്വർണ്ണമായിരുന്നു എന്നൊക്കെ. അത് നമ്മൾ അത്യാഗ്രഹം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഏതെടുത്താലും ഒരേ വില എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വലുത് മാത്രമേ എടുക്കുള്ളൂ. അതാണ് നമ്മളുടെ ശീലം. അപ്പം അങ്ങനെ ഞങ്ങൾ വലിയൊരു ക്യാബേജ് എടുത്തോളുന്നു. അപ്പോൾ ക്യാബേജിൻ്റെ ഇനി കുറച്ച് ദിവസത്തേക്ക് ക്യാബേജ് തന്നെ. ക്യാബേജിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ക്യാബേജിൻ്റെ ലഞ്ച്, ക്യാബേജിൻ്റെ വൈകുന്നേരത്തെ ചായക്ക് കടി, ക്യാബേജിൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ ആക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ എന്നാലേ ക്യാബേജ് തീരുള്ളൂ. കുറച്ച് ദിവസമായി അത് വാങ്ങിയിട്ടിപ്പം. അപ്പോൾ ഇന്ന് ഞാൻ ക്യാബേജിൻ്റെ തോരനാക്കിയിട്ടുള്ളത്, ക്യാബേജ് ഉപ്പേരി. പിന്നെ ഈ പപ്പടം ഉണ്ടാക്കാൻ പോവാണിപ്പം. ഉണയിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ പപ്പടം കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാലക്കിനെ പറ്റി പറഞ്ഞാൽ, പാലക്ക് നമുക്കറിയില്ല, സ്പിനാച്ച് എന്നൊക്കെ ആണ് അതിൻ്റെ ശരിക്കുള്ള പേര്. ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പേര് സ്പിനാച്ചാണ്. അപ്പോൾ സ്പിനാച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മളൊരു പോപ്പായ് ദ സെയിലർ മാൻ എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ആ കാർട്ടൂണിലൊക്കെ സ്പിനാച്ച് തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണ്. ഇതാണ് സ്പിനാച്ചിൻ്റെ പപ്പടം. ഇത് വറുക്കുന്നത് വെച്ച് കാണിച്ചു തരാം, എത്ര വലുതാകുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കറി വെച്ചത് പാലക്കിട്ടത്. പാലക്കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ദോശയും പാലക്കറിയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഇത് ഫ്ലാസ്ക്കാണ് കേട്ടോ, ഇത് കുപ്പിയല്ല, ഫ്ലാസ്ക്കാണിത്. അതിപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കട്ടൻ കാപ്പി, ഞങ്ങൾക്ക് കട്ടൻ കാപ്പി നിർബന്ധമാണ്. ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് ആയിരിക്കാം, ഞങ്ങൾക്ക് പണ്ട് മുതലേയുള്ള ശീലമാണ്
ഞങ്ങൾക്ക് കട്ടൻ കാപ്പി നിർബന്ധമാണ് രാവിലെ. അത് കുട്ടികൾക്കൊക്കെ ശീലമായി ഇപ്പം. അപ്പോൾ എല്ലാവരും രാവിലെ എണീറ്റ് ആദ്യം കട്ടൻ കാപ്പി. ചായ കുടിച്ചാലൊന്നും ഞങ്ങൾക്ക് ശരിയാവില്ല, കട്ടൻ കാപ്പി തന്നെ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, പണ്ടൊക്കെ ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കുട്ടികളോ അവരൊക്കെ ഭർത്താവൊക്കെ എണീറ്റ് വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ആ സമയത്ത് അവർക്കൊക്കെ ചൂടാക്കി കൊടുക്കണം. അപ്പോൾ അതൊരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ചൂടാക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ പൊടി ഉണ്ടാവും, അത് ഇളകും, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കലായി. ആ ഫ്ലാസ്ക്കാണ് ഈ ഫ്ലാസ്ക്. കണ്ടാ കുപ്പി പോലെ ഉണ്ടെങ്കിലും ഇത് ഫ്ലാസ്ക്കാണ്. ഈ ഫ്ലാസ്കിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കി ഇതിൽ നിറച്ചൊഴിച്ച് വെക്കും. ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഓരോരുത്തർക്ക് വരുന്നവർക്ക് കുടിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ എടുത്ത് കൊടുക്കണം നിർബന്ധമില്ലല്ലോ. എണീറ്റ് വരുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് അത് കുടിക്കാം. അപ്പോൾ എല്ലാവരും കാപ്പി രാവിലെ വന്നാൽ ഫ്ലാസ്കിൽ നിന്ന് എടുത്ത് കുടിച്ചോളും. അപ്പോൾ ഓരോരുത്തർക്ക് അതിന് ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു വലിയൊരു ഉപകാരപ്രദമായൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഐഡിയ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയിൽ, ദൃശ്യം 1 തോന്നുന്നു, ഫസ്റ്റ് പാർട്ടിൽ ആ ഭാര്യ അടുക്കളപ്പുറത്തുനിന്ന് മീന എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന, തേങ്ങ പൊതിക്കുകയോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാൽ എണീറ്റ് വന്ന് ഫ്ലാസ്ക് തുറന്ന് അതിൽ നിന്ന് ചായ എടുത്തിട്ട് അവിടെ വന്ന് ഇരുന്നിട്ടുന്നതാണ്. അപ്പം അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഐഡിയ തോന്നുന്നത്, ഒരു നല്ല ഐഡിയ ആണല്ലോ. ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ആ സ്ത്രീ അവിടുത്തെ പണി നിർത്തി വന്ന് കാപ്പി രണ്ടാമതും ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒഴിച്ച് വെച്ചാൽ നല്ലതല്ലെന്നൊരു ഐഡിയ എനിക്ക് വന്നത് ആ സമയത്താണ്. അപ്പോൾ അതിന് ശേഷം ഞാനും അങ്ങനെ ചെയ്തിട്ടിപ്പോൾ അതൊരു നല്ല സൗകര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. പപ്പടം ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഓരോ പപ്പടം ഇടുമ്പോഴും എത്രത്തോളം വലുതാവുന്നുണ്ടെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പപ്പടം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും എല്ലാവരും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയല്ലേ, എന്നാലും കാണിക്കാം. ഇത് പിടിക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു എണ്ണ മാത്രം ഇട്ട് കാണിക്കാം കേട്ടോ. അത് ഇത്രയേ ഉള്ളൂ. പോയി കാണുന്നില്ല, ഇത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ. അത് ഈ എണ്ണയിലേക്ക് ഞാൻ ഇടുമ്പം ഈ ക്യാമറ പിടിക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ എന്നറിയില്ല. അത് ഇത്ര വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള പപ്പടം കൂടി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് പറയാം കേട്ടോ. ഇവിടെയൊക്കെ പുകയായിട്ടുണ്ട്, ഈ പപ്പടം വറുത്തതിൻ്റെ പുക. അപ്പോൾ നമ്മൾ ഈ വാതിൽ തുറന്ന് ഹോളിലേക്കൊക്കെ പുക വരുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. അവർ വരും, അയ്യോ ഇതെന്താ അകം മുഴുവൻ പുകയാണല്ലോ എന്ന്. നമ്മൾ ഈ പുകേൻ്റെ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ അറിയില്ല അവിടെയൊക്കെ പുക വന്ന കാര്യം. പപ്പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ പൊതുവേ. ഞങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എല്ലാ ദിവസവും പപ്പടം വേണമെന്നുള്ള നിർബന്ധക്കാരാണ്. അപ്പോൾ സാധാ പപ്പടമായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മലയാളി പപ്പടം. ഇപ്പം കുറേ ആയിട്ട് ഈ റാഗി പപ്പടം, അരിപ്പപ്പടം എന്നൊക്കെ പറഞ്ഞ പപ്പടമുണ്ട്, ചെറുതുകൾ. അത് വറുക്കുമ്പോൾ വലുതായി വരുമ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പപ്പടം. അപ്പം നമ്മൾ പപ്പടം ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇതാണ് പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. തണുത്ത് പോകാതെ ഒരു പാത്രത്തിൽ വെച്ചാൽ ഇത് യൂസ് ചെയ്യാമല്ലോ. ഇതാണ് പാത്രം, പപ്പടം ഇട്ട് വെക്കുന്ന പാത്രം. അപ്പം നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ എന്നറിയില്ലല്ലോ, ആദ്യം ചെറു പ്രായത്തിലൊന്നും. അപ്പോൾ നമ്മൾ ഓരോ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് അടുക്കള ക്ലീൻ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ പണിയും കഴിയുന്നവർ അടുക്കള നാശമായിട്ട് നിന്നിട്ട് ലാസ്റ്റിൽ മാത്രം നമ്മൾ അടുക്കള ക്ലീൻ ചെയ്യുമ്പോഴേ അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അപ്പം അടുക്കള ക്ലീൻ ചെയ്തങ്ങനെ പോവുകയാണെങ്കിൽ അടുക്കള അങ്ങനെ മോശമായിട്ട് വരില്ല. പപ്പടത്തിൻ്റെ പാത്രത്തിനുള്ളിൽ എന്തോ പപ്പടപ്പൊടിയുണ്ട്, അത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മൾ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നാക്കുണ്ട് ചില ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിനനുസരിച്ച് പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെക്കും. ഇപ്പോൾ മിക്സി അരച്ചു, അത് അടുപ്പത്തേക്ക് വെച്ചു, കറി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ മിക്സീൻ്റെ ജാറ് കഴുകി വെക്കാം. അപ്പോൾ ആ പണി കഴിഞ്ഞു. വേറെ ഏതെങ്കിലും പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി വെച്ചു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓരോ ഉള്ളിൻ്റെ തോലും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് അപ്പം തന്നെ വേസ്റ്റിലേക്ക് ഇട്ടു. അങ്ങനെ നമ്മൾ ഓരോ പണികൾ ഫാസ്റ്റായിട്ട് അന്നേരം ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു വലിയ ഭാരമായിട്ട് തോന്നില്ല. എന്തായാലും അടുക്കളപ്പണി എല്ലാ ദിവസവും ചെയ്യേണ്ട പണി തന്നെയാണ്. അത് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. പിന്നെ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ പലരും പറയുന്നേക്കാം, പാത്രം കഴുകുന്ന പണി എന്ന് പറഞ്ഞാൽ വല്ലാത്ത അധ്വാനമുള്ള പണിയാണ്, ഞങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ പാത്രം കഴുകുക എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ പാത്രം കഴുകുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊരു പണിയായി തോന്നിയിട്ടേ ഇല്ല. അത്ര പാത്രങ്ങളുണ്ടെങ്കിലും ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പണിയാണ് പാത്രം കഴുകുക എന്നുള്ളത്. പിന്നെ എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് വേണം, ഉച്ചയ്ക്ക് വേറെ, വൈകുന്നേരം വേറെ, അതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും
ഈ വീട്ടമ്മമാർക്കോ ആരാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക്. ഇന്നത്തെ കാലത്ത് അത് ആണുങ്ങളും ഷെയർ ചെയ്ത് ചെയ്യുന്നുണ്ട് പല വീടുകളിലും. അങ്ങനെ ചെയ്യാത്ത വീടുകളും ഉണ്ട്. സ്ത്രീകൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള വിചാരിക്കുന്ന വീടുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ ഭാരമായിട്ട് തോന്നില്ല. അല്ല, സ്ത്രീകൾ തന്നെ ഇത് ചെയ്യണം എന്ന് വിചാരിച്ച് അവർ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഓരോ ദിവസം ആലോചിക്കണം. രാവിലെ ഇന്നെന്ത് വെട്ടാക്കണോ, ഇഡ്ഡലി ആക്കണോ, ദോശയാക്കണോ, ഉപ്മാവാക്കണോ എന്നാക്കി അടുത്ത ദിവസം രാത്രി കിടക്കുമ്പോൾ തന്നെ ആലോചിച്ച് അതുണ്ടാക്കി, അങ്ങനെ പല പല ആലോചനകളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. പക്ഷേ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു ടെൻഷനായിട്ടൊന്നും അവരാരും പറയുന്നത് കേട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് എപ്പോഴും ചപ്പാത്തിയും എന്തെങ്കിലും ഒരു കറിയും പിന്നെ ചോറും ഡാലും അത് അവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ഈ പറഞ്ഞ കാര്യം വേണം. ചോറും ഡാലും എന്ന് പറഞ്ഞാൽ അവർക്കത് നിർബന്ധമാണ്. അവരുടെ ഭക്ഷണത്തിൻ്റെ കോഴ്സിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ചോറ്, ഒരു പരിപ്പ് കറി, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ സിമ്പിളാണെങ്കിലും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സബ്ജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഴുതനങ്ങയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ മറ്റേ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും പനീറോ എന്തെങ്കിലും ഒരു സബ്ജി, അത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും കൂടി ഇരുന്ന് വളരെ നേരം കൊണ്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കും. നമ്മളെപ്പോലെ പെട്ടെന്ന് ഇരുന്നിട്ട് ഫാസ്റ്റായിട്ട് അങ്ങ് ഭക്ഷണം കഴിച്ച് തീർത്തിട്ട് ഓടിപ്പോകുന്ന ആൾക്കാരല്ല മഹാരാഷ്ട്രൻസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അധികം അവർ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചായയും ചപ്പാത്തിയും അല്ലെങ്കിൽ ചായയും ബിസ്ക്കറ്റും എന്നൊക്കെയാണ് അവരെപ്പോഴും പറയുക. പിന്നെ ഇവിടെ ടോസ്റ്റൊക്കെ കിട്ടും. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റസ്ക്. അപ്പോൾ അത് ചായയിൽ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ചായയും ടോസ്റ്റും കഴിച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ നമുക്കൊക്കെ ആണെങ്കിൽ ദോശ, ഇഡ്ഡലി, പിന്നെ ഉപ്മാവ്, പുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ വേണം. അല്ലാതെ ഈ ചായയും ബിസ്ക്കറ്റൊന്നും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടേ ഇല്ല. അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പണി ഒരിക്കലും എടുത്താൽ തീരാത്ത സ്ത്രീകൾക്ക് എന്നും അടുക്കളപ്പണി ഒരു പരാതിയായിട്ട് പറയുന്നതിന് കാരണവും ഇത് തന്നെയാണ്. മറ്റ് ഭാഷക്കാരൊന്നും അങ്ങനെ ഒരു വലിയ പണിയായിട്ട് പറയാറില്ല ഒരിക്കലും കുക്കിങ്ങിനെ കുറിച്ചൊന്നും. മലയാളികൾ എന്നും പറയും വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഭാരമാണ്, തലേന്ന് തന്നെ ആലോചിക്കണമോ എന്താ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക വെച്ചാൽ ഭയങ്കര ഒരു വിഷമമുള്ള ജോലിയാണെന്നൊക്കെ പറയുന്നത് ഈ നമ്മളുടെ ഇന്നത് തന്നെ കഴിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടായിരിക്കണം. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ രാവിലാണെങ്കിൽ അവർ കഴിക്കാം, അല്ലെങ്കിൽ ടോസ്റ്റ് കഴിക്കാം, ബിസ്ക്കറ്റ് കഴിക്കാം, അതൊന്നും നമ്മൾ തയ്യാറില്ല. നമുക്ക് ഈ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ, അതും തലേന്ന് വെള്ളത്തിലിടണം, അരയ്ക്കണം, പിന്നെ വെക്കണം, പിന്നെ പുട്ടാണെങ്കിൽ വറുക്കണം, പൊടിക്കണം, അങ്ങനെ പല പല പണികളും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ടഫായ ഒരു ജോലിയായി മാറുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ അടുക്കളപ്പണീൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്താണ്. നമ്മുടെ പപ്പടമൊക്കെ കാണിക്കാൻ തിരിച്ചു. ഓക്കെ, പിന്നീട് ഒരു അവസരത്തിൽ കാണാം. ഓക്കെ.